നമസ്കാരം. ഊന്നിൻമൂട് ജംഗ്ഷനിലാണ് ഞാനുള്ളത്. പുതുതായി ഇവിടെ ഒരു ആശുപത്രി ആതുരാലയം തുടങ്ങിയിരിക്കുന്നു. ആശ്രയ എന്ന പേര് പോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും രോഗാവസ്ഥയിലെത്തിയാൽ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരിടമാണ് ആശ്രയ. അഞ്ചൽ, തടിക്കാടും ഓയൂരും വളരെ വിജയകരമായി ആശ്രയ മെഡിക്കൽ സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ ഊന്നിൻമൂടിലും ആശ്രയ ആരംഭിച്ചിരിക്കുകയാണ്. ആശ്രയ മെഡിക്കൽ സെന്ററിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമുക്ക് ആശുപത്രിയിലേക്ക് തന്നെ പോകാം. നമസ്കാരം. ആശ്രയ, ആ പേരിൽ തന്നെ ഒരു ആശ്രയമുണ്ട്. പാരപ്പള്ളിയിൽ നിന്നും പരവൂരിൽ നിന്നും ഏകദേശം തുല്യ ദൂരത്തിൽ എത്താൻ പറ്റുന്ന ഊന്നിൻമൂടിൽ ആശ്രയ എന്ന പേരിൽ ഒരു ആതുരാലയം തുറന്നു പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സജിത് സലിമാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ആശുപത്രികളുണ്ട് ആശ്രയയ്ക്ക്. അതെ. ഇപ്പോൾ ഇവിടെയും നമ്മുടെ ഊന്നിൻമൂടിലും പുതിയതായി ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നു. അതെ. കൃത്യമായി പറയുകയാണെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളെക്കാൾ കുറേയധികം പ്രത്യേകതകൾ ആശ്രയിക്കുന്നുണ്ട്. തീർച്ചയായും ഏതൊരു സാധാരണക്കാരനും രോഗാവസ്ഥ ആർക്കും വരാം. അതെ. രോഗശമനത്തിന് വേണ്ടി എന്നാൽ ചികിത്സാ ചിലവുകൾ കുറഞ്ഞ് സമീപിക്കുവാൻ പറ്റുന്ന ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, ആരും രോഗികളാവാതിരിക്കട്ടെ, അങ്ങനെ വന്നു പോയാൽ അവർക്ക് നമുക്ക് എന്തൊക്കെ ചികിത്സകളാണ് കൊടുക്കാൻ പറ്റുന്നത്? എത്ര സൗകര്യങ്ങളുണ്ട് നമുക്കിവിടെ? ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് 24 മണിക്കൂർ സൗകര്യത്തോടു കൂടിയുള്ള ലബോറട്ടറി, 24 മണിക്കൂർ എമർജൻസി സർവീസസ്, പിന്നെ ഹോം കെയർ വരുന്നുണ്ട്, ഒബ്സർവേഷൻ വാർഡുകൾ ലഭ്യമാണ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഊന്നിൻമൂട് ലഭ്യമായിരുന്നില്ല. ഇവിടുത്തെ ആളുകളുടെ സ്വപ്നം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുമാത്രമല്ല, വളരെ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്ക് കൂടി അപ്രാപ്യമായ രീതിയിൽ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ വേണം എന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാവാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. 3 വർഷത്തോളം കാലമായി നമ്മൾ അഞ്ചലിൻ്റെ ഭാഗമായ തടിക്കാട് പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി ഓയൂര് പ്രവർത്തിച്ചു വരുന്നു. ഇവിടെയെല്ലാം നമ്മൾ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് രോഗശാന്തി നൽകുകയും അവരുടെയൊക്കെ പിന്തുണയോട് കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഊന്നിൻമൂടും അത്തരത്തിലുള്ള ഒരു സൗകര്യം കൊണ്ടുവരുന്നതിനായി പരിശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ തുടങ്ങുകയും ഉണ്ടായി. ശ്രീ MLA ജയലാൽ അവറുകളാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെയും നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പിന്തുണയോടുകൂടി നമ്മളിവിടെ മികച്ച രീതിയിൽ ഇത് തുടങ്ങാൻ സാധിച്ചു. ഇനിയും തുടർന്നും ഇവിടുത്തെ നാട്ടുകാരുടെയും മറ്റ് സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരുടെയും പിന്തുണ നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു.
സാർ, സാധാരണക്കാരുടെ ഒരു സംശയം കൂടിയാണ്. സ്വകാര്യ ആശുപത്രികളിൽ രോഗികൾ സാധാരണക്കാരായ പോകാൻ മടിക്കുന്ന ഒരു കാലമാണ്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങുക ബുദ്ധിമുട്ടാണ്. കാരണം അത്രയധികം ഭാരിച്ച ചെലവാണ്. അവർ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രികൾ മോശമാണെന്നല്ല. അപ്പോൾ മറ്റ് സ്വകാര്യ ആശുപത്രികളിലുള്ള അമിതമായ ചെലവ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം മറ്റുള്ളവരുമായി മത്സരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? തീർച്ചയായും നമുക്ക് ഇതിന് സാധിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വരുന്നത് വളരെ വിദഗ്ധരായ ഡോക്ടർമാരാണ്. അപ്പോൾ അവർക്ക് അനാവശ്യമായ ടെസ്റ്റുകളും കാര്യങ്ങളും ഒരു പേഷ്യന്റിന് സജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എന്താണ് വേണ്ടത് ചെയ്യാറില്ല. എന്താണ് പേഷ്യന്റിന് വേണ്ടത് അതിലേക്ക് നമ്മൾ വളരെ ചുരുങ്ങിയ ടെസ്റ്റുകളും കാര്യങ്ങളും കൊണ്ടെത്തുകയും മരുന്ന് നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ലാബ് ടെസ്റ്റുകളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ചെയ്യേണ്ട എന്നല്ല, ആവശ്യം. മറ്റൊന്ന്, നമുക്ക് അമിത ലാഭം ഈടാക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഇല്ല എന്നത് തന്നെയാണ്. അത് നമ്മുടെ വളരെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിതമായ ലാഭത്തിൽ ഇത് നടന്നു പോകുന്നതിനോടൊപ്പം കുറച്ച് സാധാരണക്കാരായ നമ്മുടെ സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കുക, അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ പേര് തന്നെ എടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്രയമാവും. സാർ, പേര് പോലെ തന്നെ ആശ്രയ. അപ്പോൾ ഈ സാർ പറഞ്ഞതിൻ്റെ ഒരു ജെനുവിനിറ്റി നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ഈ അമിതമായ ലാഭത്തിന് വേണ്ടി അല്ലാതെ അനാവശ്യമായ ടെസ്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ചികിത്സാ രീതിയിലേക്ക് കിടക്കുക എന്ന ഒരു മെഡിക്കൽ എത്തിക്സ് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമ്പ്രദായം. അതെ. അപ്പോൾ ഇതൊരു വലിയ ബിൽഡിങ്ങുമാണ്, എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. തീർച്ചയായും രോഗമുള്ളവർ ആശുപത്രിയിൽ എത്തുക തന്നെ വേണം. ഇനി ഒരു ഫ്യൂച്ചർ എന്താണ്? ഇപ്പോൾ മറ്റിടങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആശ്രയ തടിക്കാനും ഓയിലുമൊക്കെ ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയും അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനെ എത്രത്തോളമാണ് ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മെയിൻ എയിം എവിടെ എത്തി നിൽക്കണം എന്നുള്ളതാണ്? നമുക്ക് വരുന്ന ആഴ്ചകളിൽ തന്നെ ഓരോ സ്പെഷ്യാലിറ്റികൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വിവിധ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പീഡിയാട്രിക്സ്, ഓർത്തോ, ENT അങ്ങനെയുള്ള ഒപികളിലേക്ക് എത്താനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നതായും അങ്ങനെ ഒരു സൗകര്യം അവരിവിടെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഇത്തരം സ്പെഷ്യാലിറ്റി OPകൾ കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഭാവിയും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം കോമൺ ആയിട്ട് വരുന്ന കേസുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും.
സാർ, അഞ്ചൽ തടിക്കാട് ആശ്രയയ്ക്ക് ഒരു ആതുരാലയമുണ്ട്, മറ്റൊന്ന് ഓയൂരാണ്. അതെ. എത്ര വർഷമായി ഈ രണ്ട് സ്ഥാപനങ്ങളും തുടങ്ങിയിട്ട്? ഞങ്ങൾ തടിക്കാട് തുടങ്ങുന്നത് 2023-ലാണ്. ഇന്നിപ്പോൾ 3 വർഷം തികയുന്നു. 20,000-ഓളം പുതിയ OP-കൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ 3 വർഷം കൊണ്ട്? അതെ, 3 വർഷം കൊണ്ട് നമ്മൾ 20,000-ഓളം പുതിയ OP-കൾ പിന്നിട്ട് കഴിഞ്ഞു. അത് സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ സാധാരണക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചാണ്. അവർക്ക് വിശ്വാസമായി. അതെ അതെ അതെ. അവർ തന്നെയാണ് നമ്മുടെ പരസ്യമായും പ്രവർത്തിക്കുന്നത്. പിന്നീട് ഞങ്ങൾ തുടങ്ങുന്നത് ഓയൂരാണ്. ഓയൂര് 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അവിടെയും നമുക്ക് 10,000 പുതിയ OP-കൾ പിന്നിടാൻ സാധിച്ചു 1 വർഷം. അതെ അതെ. ഇപ്പോൾ ഞങ്ങൾ ഊന്നുമൂടാണ് എത്തി നിൽക്കുന്നത്. രോഗം ഏതൊരാൾക്കും ഏത് സമയവും പിടിപെടാം. ആർക്കും രോഗം വരാതിരിക്കട്ടെ, ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ. പക്ഷെ രോഗം വന്നു പോയാൽ കൃത്യമായ ചികിത്സ ഉണ്ടാകണം, രോഗം പൂർണ്ണമായും ഭേദപ്പെടണം. അങ്ങനെ ഒരു ഇടമാണ് ആശ്രയ. നമുക്ക് വിശ്വാസത്തോടു കൂടി എത്താൻ പറ്റുന്ന ഒരിടം. മറ്റൊന്ന്, നമ്മൾ ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഭീതി വേണ്ട. കാരണം നമുക്ക് താങ്ങാൻ പറ്റുന്ന ചികിത്സാ ചിലവുകളാണ് ഇവിടെ ലഭിക്കുന്നത്.